നയൻറ്റീൻസ് കാലഘട്ടത്ത് മലയാള സിനിമയിലും തമിഴിലും ഒക്കെ തന്നെയും നായികയായി ശ്രദ്ധ നേടിയ നടിയായിരുന്നു രേഖ ഹാരിസ്. രേഖ എന്നേക്കും മലയാളികൾക്ക് ഓർക്കുന്നത് എ ഓട്ടോ എന്ന സിനിമയിലൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞേ മതിയാകൂ. എ ഓട്ടോ എന്ന സിനിമയിൽ നായകനായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു. ഓട്ടോറിക്ഷക്കാരൻ സുധി എന്ന മോഹൻലാലിന്റെ മീനുക്കുട്ടിയായിട്ടാണ് മലയാള സിനിമയിൽ നടി കൂടുതലും ശ്രദ്ധ നേടിയത്. എ ഓട്ടോ എന്ന സിനിമ നടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരുപാട് സിനിമകളിലേക്ക് നായികയായിക്കൊണ്ടുള്ള അവസരം രേഖയ്ക്ക് ലഭിക്കുകയായിരുന്നു. ഒരു സമയത്ത് നായികയായി മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടി ഇന്ന് അമ്മ വേഷങ്ങളിലൂടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. വിവാഹിതയും അമ്മയുമായ താരം സോഷ്യൽ മീഡിയയിലും സജീവം തന്നെയാണ്. താരം തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഇന്നും ആരാധകർ ഏറെയാണ്. ഇപ്പോൾ ഇതാ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വീഡിയോയിൽ: ദയവ് ചെയ്ത് എനിക്കായി പ്രാർത്ഥിക്കണം. ഏത് നേരത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. 7 മിനിറ്റ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു നടി എത്തിയത്. തന്റെ ഭർത്താവിന് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തെക്കുറിച്ചാണ് രേഖയുടെ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നത്. നടിയുടെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു. ലാൻഡ് സർവേക്ക് വേണ്ടി കൊടൈക്കനാലിലേക്ക് പോയതാണ്. അദ്ദേഹം തീർത്തും അശ്രദ്ധയോടെ ഒരു ഹൈവാലി ചെരുപ്പാണ് ധരിച്ചത്. പാറക്കല്ലിൽ നിന്നും കാൽ വഴുതി വീണ് തോളെല്ല് ഒടിഞ്ഞു. നന്നായി നീര് വച്ചിരുന്നു. അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചായിരുന്നു അദ്ദേഹം നടന്നത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സ്കാൻ ചെയ്യാൻ തന്നെ തയ്യാറായത്. അദ്ദേഹത്തെയും കൂട്ടി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. സ്കാൻ ചെയ്തു. അപ്പോഴാണ് വ്യക്തമായ വിവരങ്ങൾ ഞങ്ങളും അറിഞ്ഞത്. സംഗതി കുറച്ച് സീരിയസ് ആയിരുന്നു. ഒരുപാട് സീരിയസ് ആയിരുന്നു എന്ന് പറയാം. അവിടെ നിന്ന് മധുരൈ ടു ചെന്നൈ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. 4 മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് ഭർത്താവിന് നടന്നത്. പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൈത്തോളിനാണ് പരിക്കേറ്റത്. വളരെ വലിയൊരു മോശം അവസ്ഥ അനുഭവിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എനിക്ക് എന്റെ ഭർത്താവ് താങ്ങും തണലുമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കത് സഹിക്കാവുന്നതിലും ഏറെയാണ്. എനിക്ക് ബലം വേണം. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും എന്റെ ബലം. നിങ്ങൾ എനിക്കും എന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരുന്നു നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പറഞ്ഞത്. എ ഓട്ടോ എന്ന മലയാള സിനിമയിലൂടെയാണ് രേഖ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. മോഹൻലാലിന്റെ നായികയായി അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച രേഖയ്ക്ക് ഇന്നും അത്രയും ആരാധകർ തന്നെയുണ്ട്. രേഖയുടെ ഭർത്താവിന്റെ അസുഖ വിവരങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ അസുഖം പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത്.